തലസ്ഥാനം ശ്രീ സേതുനാഥൻ എസ്, ചേമ്പുംകണ്ടത്തിൽ, വില്ലിമംഗലം, മൺട്രോത്തുരുത്ത്, കൊല്ലം. ബഹുമാനിയരെ, ആദ്യമായിട്ട് ഞാൻ ഏതാണ്ട് 34 വർഷം കൊണ്ട് ചെമ്മീൻ കർഷകനാണ്. ആദ്യമായിട്ടാണ് ഒരു അവാർഡ് കിട്ടുന്നത്. ഈ 34 വർഷത്തിൽ ഞാൻ ചെയ്തത് ടൈഗറാണ്, ഏതാണ്ട് 30 വർഷത്തോളം. ഇപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടിയതിൻ്റെ മെയിൻ കാരണം മനാമി കൃഷി ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴെങ്കിലും കിട്ടിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇത് ഇങ്ങനൊരു അവാർഡ് കിട്ടാനുള്ള സാഹചര്യം നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ FFDA, അഡാക്ക്, MBDA ഇവരുടെ എല്ലാവരും നല്ലൊരു ഊർജം കർഷകന് തന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ എൻ്റെ തൊഴിലാളി, ആത്മാർത്ഥമായുള്ള തൊഴിലാളികൾ നല്ല ഫീഡ്, ക്വാളിറ്റിയുള്ള ഫീഡ്, ഷിങ്ലോങ് ഫീഡാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് 1:1 തന്നെ കിട്ടി. ഏതാണ്ട് 22 ടൺ കൊടുത്തപ്പോൾ ഏതാണ്ട് 18 ടണ്ണിൽ കൂടുതൽ വനാമി എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പീരീഡ് കുറയ്ക്കുക. ഞാൻ ഏതാണ്ട് 89 ദിവസം കൊണ്ടാണ് 38-40 കൗണ്ട് കൊടുത്തത്. ഏതാണ്ട് 18 ടണ്ണോളം മെറ്റീരിയൽ കടൽക്കനിക്കാണ് കൊടുത്തത്. അത് വലിയ പ്രോഫിറ്റാണ്. എനിക്ക് നല്ല ഒരു ക്രോപ്പ് കിട്ടിയത്. ഇതിനു മുമ്പും വലിയ ക്രോപ്പ് കിട്ടിയിട്ടുണ്ട്. മൺട്രോത്തുരുത്തുകാർക്ക് അറിയാം. ഞാൻ അതിൻ്റെ കൂടെ ഒരു കർഷകനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അല്ല മുതലാളികൾ. എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള തൊഴിലാളികളും ഷിങ്ലോങ്ങിൻ്റെ ടെക്നീഷ്യനും നല്ല ക്വാളിറ്റിയുള്ള ഫീഡ്, ഞാൻ ഒരുപാട് സൈസ് ഫീഡ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള ഫീഡും നല്ല പരിചരണം ഉണ്ടെങ്കിൽ വനാമി കൃഷി വൻ ലാഭം ഉണ്ടാക്കാം. എനിക്ക് ഏകദേശം ഇപ്പോൾ ഏതാണ്ട് 38 ലക്ഷം രൂപ ചിലവായിരുന്നു ഈ വനാമി കൃഷിക്ക്. എനിക്ക് ഏതാണ്ട് 79 ലക്ഷം രൂപയോളം കിട്ടി. എനിക്ക് പകുതി കൂടുതൽ ലാഭം കിട്ടി. ഈ വനാമി കൃഷിക്ക് വേണ്ടി വലിയ പ്രോത്സാഹനം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, മൺട്രോത്തുരുത്ത് പോലുള്ള ഒരുപാട് കർഷകർ ഇടാതിരിക്കുകയാണ്. എൻ്റെ ഈ ഒരു കൃഷി കൊണ്ട് അടുത്ത പ്രാവശ്യം ഏതാണ്ട് ഇരട്ടി കർഷകരോളം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.